രാവിലത്തെ പണിപ്പുര ടാസ്കിൽ വൈൽഡ് കാർഡ്സാണ് ജയിച്ചത്. അപ്പോൾ പണി കൊടുക്കാനായിട്ട് വൈൽഡ് കാർഡ്സിന് കിട്ടിയ അവസരം അവർ പാഴാക്കിയില്ല. ഒരു പണിയില്ല, 2 പേർക്ക് പണി കൊടുത്തു. സ്മോൾ പണി 2 പേർക്ക് കൊടുത്തു. അത് ഒന്ന് എന്താ പറയുക, നമ്മുടെ ജിസേലിനും പണിക്ക് വേണ്ടിയിട്ട് വിളിച്ചത് ഒന്ന് ജിസേലിനെയും ഒന്ന് ഒനിയലിനെയാണ്, ഷാനവാസിനെയുമാണ്. അപ്പോൾ ഈ പണി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു. ആ അനൗൺസ്മെൻറ്റ് കേട്ടിട്ട് പലവരും ഞെട്ടി കേട്ടോ. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പണി കിട്ടിയ ജിസയിൽ ഒരു ആളിനെ എന്താ പറയണേ, ഒരു പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ ഒരാളിനെ സഹായിയായിട്ടോ പാർട്ട്ണറായിട്ടോ ഒരാളിനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് പണി എന്താണെന്ന് ബിഗ് ബോസ് പിന്നെ പറയത്തുള്ളൂ. അപ്പം പണിക്കാണല്ലോ വിളിച്ചത്. അപ്പം ജിസേലിന് തോന്നി ആരിനെ വിളിച്ചു കഴിഞ്ഞാൽ ആരിന് വെറുതെ പണിയുണ്ടല്ലോ, പാവം ആര്യൻ. അപ്പോൾ അതുകൊണ്ട് ആരിനെ അങ്ങ് വെറുതെ വിടാം, അപ്പോൾ ശത്രുവായിട്ടുള്ള അനുമോളെ വിളിക്കാം എന്ന് വിചാരിച്ചു. ഒണിയലിനോട് പറഞ്ഞു ഷാനവാസിനെ വിളിക്കാൻ പറഞ്ഞു. ഒണിയലിനായിരുന്നു പണി. അപ്പോൾ ഒണിയലിനോട് പറഞ്ഞു ഷാനവാസിനെ വിളിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം അത് പിന്നെ ജിസേലാണ് തീരുമാനിച്ചത്. ഒണിയലിൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞു ഷാനവാസിനെ വിളിക്കാൻ. അത്രയ്ക്ക് പാവാട വള്ളികൾ. ജിസേൽ പറയുന്ന കേൾക്കുന്ന ആൾക്കാരാണ് അവിടെ മുഴുവനും. ജിസേൽ പറയുന്നത് കേൾക്കാനിരിക്കുന്ന കുറേ പാവാട വള്ളികൾ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ പറയുന്ന വാക്കുകളായതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് പ്രസക്തിയില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ജിസേലിനെ വിളിച്ചു. അപ്പോൾ ജിസേൽ ഒട്ടും ആലോചിക്കുന്നത്. അപ്പോൾ ആരും അവിടെ നിന്ന് കൈ ചൂണ്ടിക്കാണിച്ചു, അനിമോളെ വിളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സന്തോഷമായത്. കാരണം ഉടനെ ബിഗ് ബോസ് ഈ പണി എന്താണെന്ന് പറഞ്ഞു. പണി എന്താണെന്നോ, ഇന്ന് മുഴുവൻ അനിമോള് കാണിക്കുന്നതും അതുപോലെ തന്നെ ഷാനവാസ് കാണിക്കുന്നതും ഇവർ ഈ തെരഞ്ഞെടുത്ത ജിസേലും ഒനിയനും അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യണം. അനിമോൾ എവിടെ പോകുന്നോ അവിടെയെല്ലാം ജിസേൽ പോകണം. അതുപോലെ പിന്നെ ഒനിയൽ എവിടെ പോകുന്നോ അതെല്ലാം ഷാനവാസ് ചെയ്യണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഷാനവാസ് ഒനിയലും തിരിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് കാണിച്ചാലും അതുപോലെ ചെയ്യണം. പക്ഷേ ഇമിറ്റേറ്റ് ചെയ്യല്ല. ഇന്നത്തെ ദിവസം അനിമോള് കാണിക്കുന്നത് കാണിക്കണം. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അനിമോള് ആദ്യം തന്നെ നടക്കാൻ ഭാവിച്ചിട്ട് തുള്ളിച്ചാടി. ഇതെല്ലാം പിന്നെ നമ്മുടെ ജിസേൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അനിമോളുടെ പ്രധാനപ്പെട്ട അനിമോളുടെ ആ ഒരു തുറുപ്പ് ചീട്ടുണ്ടല്ലോ, പാവക്കുട്ടി, പ്ലാച്ചീനെ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ജിസേൽ ചെയ്യണമല്ലോ. അപ്പം ബിഗ് ബോസ് ക്യാമറ സൂം ചെയ്ത ഒരു വിഷ്വലാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ എടുത്തു. പക്ഷേ വീഡിയോ ഇട്ടാൽ ഇനിയിപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റ് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് ഇടാൻ. സ്പീഡ് കുറച്ചൊക്കെ ഞാൻ ഇടുന്നതാണ് വോയിസ് ഇട്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് വിഷ്വൽ മാത്രം ഇടുന്നു. അപ്പോൾ അതിൻ്റെ ഓരോരോ ഒരു പാട്ടായിട്ടാണ് ഇത്. എങ്ങനെയാണ് അനിമോൾ പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജിസേൽ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന വിഷ്വൽസാണ് കേട്ടോ ഇത്. അതിനുശേഷം പിന്നെ അനിമോൾ ഇങ്ങനെ അവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ജിസേൽ അതിൻ്റെ പുറകിൽ നിന്നിട്ട് കണ്ണാടിയില്ല, ഇതിപ്പം മേക്കപ്പ് റൂമാണ്, മേക്കപ്പ് റൂമിൽ ഇരുന്ന് ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞു പോവേ എൻ്റെ മുത്തി പാപ്പം തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ജിസേൽ പറയുന്നുണ്ട്. നമുക്കൊന്ന് ചിരി വരും. ഭയങ്കര ഫണ്ണായിട്ടാണ് ഇത് തോന്നിയത് കേട്ടോ. അവർ നല്ല ക്യൂട്ടായിട്ട് 2 പേരും ചെയ്യുന്നുണ്ട്. കുറേ കഴിഞ്ഞത് അങ്ങനെയെല്ലാം മക്കളെ ചക്കരെ മുത്തേ അനിമോൾ വിളിക്കുന്ന അനുസരിച്ചല്ല. ഈ ജിസേലിന് മലയാളം കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാത്തത് കൊണ്ട് തന്നെ വേറെ എന്തൊക്കെയാണ് പറയുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ തെറിയാണോ എന്താണെന്ന് തോന്നില്ല. അതിനുശേഷം പിന്നീട് ഇറങ്ങി അവിടെയൊക്കെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു അനിമോളാണ്. അപ്പോൾ അനിമോളുടെ കൂടെ തന്നെ തുള്ളിച്ചാടണമല്ലോ. അപ്പോൾ ഈ കുട്ടി ഉടുപ്പ് ഇട്ടുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജിസേലിന് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ തുള്ളിച്ചാടുമ്പോൾ കാണാൻ ഒരു അഭംഗി. അതിനുശേഷം പിന്നീട് ഒരു ഭയങ്കര ഒരു പെട്ടെന്നൊരു സീനാണ് ഉണ്ടായത്. അഭിലാഷ് അനിമോളെ എടുത്ത് പൊക്കിയതും ജിസേൽ അന്തം വിട്ട്. കാരണം ജിസേൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തുടയ്ക്ക് മോളിൽ നിൽക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ചന്തി വരെയുള്ള പാവാടയാണ് എടുത്തേക്കുന്നത്. ഫ്രോക്കാണ് ചന്തിയുടെ തൊട്ട് താഴെ. അതിനെ എടുത്ത് വെച്ച് പൊക്കാനുള്ള അവസ്ഥ എന്താ. സത്യത്തിൽ ജിസേൽ ഞെട്ടിപ്പോയി കേട്ടോ. ജിസേൽ പിന്നെ വേഗം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, എനിക്കത് പറ്റൂല അങ്ങനെ എന്തോ പറഞ്ഞു. ഡ്രസ്സ് മോശമാണ് എന്നുള്ള രീതിയിലായിരിക്കാം പറഞ്ഞത്. കാരണം ഉള്ളിലെല്ലാം ഇങ്ങ് കാണും. അത് വൈറ്റിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളിലെല്ലാം ഇങ്ങ് കാണും. അങ്ങനെ പോയിട്ട് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരട്ടെ, പാൻറ്റ് ഇടാനായിട്ട് ഇതേ കണക്ക് ഇത്രയും കോടി ജനങ്ങളെ മുമ്പിൽ ഇതേ കണക്ക് കുട്ടിപ്പോൾ അവിടെ ഇട്ട് കയ്യും കാലും പൊക്കി വെച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തിനാണ് ഈ പേരെ പറയുന്നത്? ഈ നാട്ടിൻ പുറത്തുനിന്ന് പിന്നെ ഭർത്താവ് മരിച്ചു വിധവയാണെന്ന് പറയുന്ന രേണു സുധിയുടെ തന്നെ ഡ്രസ്സ് കണ്ടില്ലേ, മുട്ടിന് മേളിൽ നിൽക്കുവാണ്. കുട്ടി ഫ്രോക്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നമ്മളിതൊരു